ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും ഈ ദിക്റിനെ അഥവാ ഖുർആനിനെ അവതരിപ്പിച്ചത് നാം ആകുന്നു, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്ന കാര്യമാണിത്. വിശുദ്ധ ഖുർആനിനെ വിശേഷിപ്പിക്കാൻ ഒട്ടനവധി പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. തൻസീൽ, ഫുർഖാൻ, കിതാബ് എന്നിങ്ങനെ ഒട്ടനവധി പദങ്ങൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദിക്ർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദിക്ർ എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ ഓർക്കുക, സ്മരിക്കുക എന്നുള്ള അർത്ഥങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിനെ കേവലം 2 ചട്ടകൾക്കുള്ളിൽ സംരക്ഷിക്കുന്നതിലുപരി അതിനെ ഓർക്കുന്ന, അതിനെ സ്മരിക്കുന്ന, അത് മനഃപ്പാഠം ചെയ്യുന്ന ആളുകളിലൂടെ ഖുർആനിനെ സംരക്ഷിക്കുക എന്ന അള്ളാഹുവിന്റെ താല്പര്യത്തെയാണ് അദ്ദിക്ർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന്റെ ചില ആളുകളുണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഖാല മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബി അവര്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. വഅഹ്ലുല്ലാഹി വഖാസത്തുഹു, അള്ളാഹുവിന്റെ മാത്രം ആളുകളാണ്.